കുഴപ്പമില്ലല്ലോ. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഞാൻ വല്ലാതെ പേടിച്ചു. ഒന്നും പറ്റില്ല. കാരണം എന്തെന്നറിയോ? ഇത്ര ഭക്തിയോടെ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഠിനമായൊരു വ്രതം ഏറ്റെടുക്കാൻ വേറെ ആരും മനസ്സ് കാണിക്കില്ല, എന്റെ കാതയല്ലാതെ. അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി. പേടിക്കണ്ട കേട്ടോ. താനീ ബുദ്ധിമുട്ടുന്നതിനൊക്കെ പകരമായിട്ട് ഞാൻ തന്നെ സ്നേഹിച്ചോളാം. അയ്യോ, വ്രതമല്ലേ? എത്രയും പെട്ടെന്ന് വ്രതം അവസാനിക്കട്ടെ. എന്നിട്ട് ഇപ്പൊ ഈ കൈ തന്നത് ചേർത്ത് പിടിച്ച് ഞാൻ കവളിത്തരാം. ഓക്കെ? ഉറപ്പല്ലേ? എന്റെ നിർമ്മല, എനിക്കതിൽ ഒരു സംശയമില്ല. ആദ്യം മുതലേ ഉദയേട്ടൻ ഇത് പറയുന്നുണ്ട്. നവീന്റെയും ഗാഥയുടെയും കല്യാണം നടന്ന ദിവസം സിത്താര ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഞാൻ അതുവഴി പോയി. അപ്പൊ സിത്താരയുടെ ഫോണിലെ ഗാഥയുടെ വീഡിയോ കോൾ ആയിരുന്നു. എന്നെ കണ്ടതും സിത്താര ഫോൺ കട്ട് ചെയ്തു. എന്നോട് ബഹളവും വെച്ചു. അതിനുശേഷം നമ്മൾ സിത്താരയുടെ വീട്ടിൽ ചെന്നപ്പോ അവിടെ അവളെ പോലെ വേറൊരുത്തി നിൽക്കുന്നു. എല്ലാം കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോ എല്ലാരും കൂടി അറിഞ്ഞ് ഇവിടെ എന്തൊക്കെയോ വലിയ കളി നടക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ കൃത്യമായ തെളിവുകളോടെ കണ്ടെത്തണം നമ്മളെ. ഞാൻ കണ്ടെത്തും. ഇത് കണ്ടെത്തി പിടികൂടി എല്ലാവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയില്ലെങ്കിൽ ഈ നിർമ്മലയ്ക്ക് ഇനി ഉറക്കം വരില്ല. ദേവമേ, ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാര്യവും ഇതുവരെ നേരെ ചൊവ്വ അവസാനിക്കാറില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഓ, എന്റെ ഉദയേട്ടാ, ഇവൾക്ക് വേണ്ടിട്ടാണോ നമ്മൾ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഓ, നമ്മുടെ വിധി അല്ലാണ്ടെന്താ. അപ്പോ ഇനി മുതൽ നമ്മൾ അവളുടെ പുറകെയാ. അവൾക്കും അവളുടെ രൂപത്തിലുള്ള അടുത്തവൾക്കും പുറകെയാ. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാവോ? ഞാനിത് കണ്ടുപിടിച്ചിരിക്കും. ചോര വരുന്നുണ്ടല്ലോ. അതവിടെ നന്നായിട്ട് ഫിക്സ് ചെയ്താണല്ലോ സാറേ, പിന്നെ എങ്ങനെ വീണത്? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചത്?
കഥ തനിക്ക് വേദനിക്കുന്നുണ്ടോ? സാരല്ല നവീൻ, ഇത് ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. ആദ്യം ഈ കാല് ക്ലീൻ ചെയ്യാം, എന്നിട്ട് ഡ്രസ് ചെയ്യാം. അയ്യോ അതൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. താൻ എന്നോട് വന്നേ. മോളെ, ഹോസ്പിറ്റലിലോ മറ്റോ പോണോ? ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമേ. കഥ കുഴപ്പമില്ല താൻ നവീൻ. വന്നേ. നടക്ക. നന്ദേട്ടാ, ഫോട്ടോ വീണ് പൊട്ടുന്നത് നല്ല സൂചന അല്ലാന്നല്ലേ പറയുന്നത്? എന്തെങ്കിലും ദോഷം കൊണ്ടായിരിക്കോ? താൻ ഇതിനൊന്നും വേറെ അർത്ഥം കാണണ്ട സുമിത്രേ. അതുകൊണ്ട് അകത്ത് വെച്ചിട്ട് അതൊക്കെ അടിച്ചു വരി കളയാൻ നോക്ക്. പറയുന്ന കേൾക്ക് സുമിത്രേ. വെറുതെ കുട്ടികളുടെ മനസ്സിൽ കൂടി ആവശ്യമില്ലാത്ത ചിന്ത വരുത്താതെ ചെല്ല്. തുടർച്ചയായിട്ട് പരീക്ഷണങ്ങളാണല്ലോ.